തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഇന്ത്യൻ ഓഹരി വിപണിയിലെ രാജാവായിരുന്ന 1992 സ്കാമിലൂടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ വിറപ്പിച്ച കേൾക്കാൻ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു കാലത്ത് ബിഗ് ബുൾ എന്നറിയപ്പെട്ട ഹർഷദ് ശാന്തിലാൽ മെഹ്ത്ത എന്ന വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം ഒന്ന് നമുക്ക് പരിശോധിക്കാം. 1954 ഗുജറാത്തിലെ രാജ്കോട്ടിലാണ് അദ്ദേഹത്തിന്റെ ജനനം. വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഫാമിലിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. അതുകൊണ്ട് തന്നെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം മുംബൈയിലേക്ക് താമസം മാറുകയും 1976 ലാലാ ലജ്പത് റായ് കോളേജിൽ അദ്ദേഹം ബികോമോടെ പാസ് ഔട്ട് ആവുകയും പിന്നീട് അങ്ങോട്ട് അദ്ദേഹം പല ജോലികളും ചെയ്തു. അദ്ദേഹത്തിന്റെ 26-ാം വയസ്സിൽ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയിൽ ജോലിക്ക് കയറുകയും ഇവിടെ വെച്ചായിരുന്നു അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഈ ജോലി രാജിവെക്കുകയും സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കേഴ്സിന്റെ കൂടെ ജോലി ചെയ്യാനും തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം 1984 അദ്ദേഹത്തിന് 30-ാമത്തെ വയസ്സിൽ സ്വന്തമായി ഒരു ബ്രോക്കിംഗ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. ഗ്രോ മോർ റിസർച്ച് ആൻഡ് അസറ്റ് മാനേജ്മെന്റ് എന്നായിരുന്നു കമ്പനിയുടെ പേര്. ആരെയും ആകർഷിക്കുന്ന സംസാരശൈലി ആയതുകൊണ്ട് തന്നെ സമൂഹത്തിലെ ഉയർന്നവരുമായി അദ്ദേഹത്തിന് കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ നിക്ഷേപങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. ഇതുമൂലം കമ്പനി വളരാനും തുടങ്ങി. 1986 അദ്ദേഹത്തിന്റെ 32-ാമത്തെ വയസ്സിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്ന ചിന്ത വരികയും മാനിപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ ഹ്യൂജ് മണി ആവശ്യമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അതായത് 1000 കോടി 10,000 കോടി അങ്ങനെ അദ്ദേഹം ആ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി അക്കാലയളവിൽ ബാങ്കിംഗ് സിസ്റ്റത്തിൽ നിലനിന്നിരുന്ന ലൂപ്പ് ഹോൾ കണ്ടെത്തുകയും അവിടെ അദ്ദേഹം ഫ്രോഡ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അക്കാലയളവിൽ ബാങ്കുകൾക്ക് ഡയറക്റ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. പകരം ഗവൺമെന്റ് ബോണ്ടുകളിലാണ് നിക്ഷേപിക്കാൻ പാടുള്ളൂ. എന്താണ് ബോണ്ടുകൾ എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. അക്കാലയളവിൽ ബാങ്കുകൾക്ക് നിർബന്ധമായി ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യൽ നിർബന്ധമായിരുന്നു. ഈ ട്രാൻസാക്ഷൻ നടക്കുന്നതിന് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നില്ല. പകരം സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആയിരുന്നു ഇടനിലക്കാരായി ഉണ്ടായിരുന്നത്. ഈ ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് ബാങ്കുകൾക്ക് വളരെ സേഫായ ഇൻവെസ്റ്റ്മെന്റും അതുപോലെ തന്നെ നല്ല ഇൻട്രസ്റ്റ് കിട്ടുന്നതും ആയതുകൊണ്ട് തന്നെ ബാങ്കുകൾക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു ബൈ ആൻഡ് സെൽ ചെയ്യാൻ. ഈ ഒരു അവസരമായിരുന്നു ഹർഷദ് മെഹ്ത്ത വളരെ സുന്ദരമായിട്ട് മുതലെടുത്തത്. ഹർഷദ് മെഹ്ത്ത വളരെ തന്ത്രപരമായി ഇടപെടുകയും ബോണ്ട് വാങ്ങാൻ റെഡി ആയിട്ടുള്ള ബാങ്കുകളെ അടുത്ത് പോയി ഹർഷദ് മെഹ്ത്ത ബോണ്ട് വിൽക്കാനുള്ള ബാങ്കിന്റെ അടുത്ത് നിന്ന് ബോണ്ട് വാങ്ങിക്കൊണ്ടുവരാം എന്ന് പറയുകയും അപ്പൊ എന്തായി, ഹർഷദ് മെഹ്ത്തയുടെ അടുത്ത് ബോണ്ടും ക്യാഷും ഉണ്ടായി. ഒരാഴ്ചകാലം അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാവും ഈ ഫണ്ട്. ആ ടൈമിൽ അദ്ദേഹം ഈ ഫണ്ട് ഉപയോഗിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ട്രേഡ് ചെയ്യുകയും ചെയ്തു. ബൈ ചെയ്ത ബാങ്ക് ബോണ്ടും ചോദിച്ചു വരുമ്പോൾ അദ്ദേഹം അത് രണ്ടും കൊടുത്ത് അത് സെറ്റിൽ ചെയ്യും. ഇങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം കുറച്ചുകൂടി റിസ്കി ആയ മെത്തേഡ് തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ നിന്ന് മുതലാണ് അദ്ദേഹത്തിന്റെ തകർച്ച സ്റ്റാർട്ട് ചെയ്യുന്നത്. ബൈ ചെയ്യുന്ന ബാങ്കിന് കൊടുക്കുന്ന ഇടയിലായിരുന്നു അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തത്. സെൽ ചെയ്ത ബാങ്ക് ക്യാഷ് ചോദിക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് പിൻവലിച്ചിട്ടായിരുന്നു അദ്ദേഹം അത് സെറ്റിൽ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റ് വിൽക്കുന്നതിന് പകരം ഫണ്ട് സെറ്റിൽ ചെയ്യാൻ മൂന്നാമതൊരു ബാങ്കിനെ സമീപിക്കുകയും ആ ബാങ്കിനെ സെറ്റിൽ ചെയ്യാൻ നാലാമതൊരു ബാങ്കിനെ സമീപിക്കുകയും ചെയ്തു. ഇങ്ങനെ അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം അടുത്ത ലെവലിലേക്ക് ഇതിനെ കൊണ്ടുപോയി. ഈ ബാങ്കുകളുമായി ചേർന്ന് അദ്ദേഹം ഫേക്ക് റെസിപ്റ്റുകൾ നിർമ്മിക്കാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം ഈ ഫേക്ക് റെസിപ്റ്റ് ബോണ്ട് വാങ്ങാൻ റെഡിയുള്ള കമ്പനിക്ക് കൊടുക്കുകയും എന്നിട്ട് ഈ ഫേക്ക് റെസിപ്റ്റ് ബൈ ചെയ്യാൻ റെഡി ആയിട്ടുള്ള ബാങ്കിന് കൊടുത്ത് ഫണ്ട് വാങ്ങുകയും ബാങ്ക് റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ബോണ്ടുകൾക്ക് ഇക്വലന്റ് ആണ്. അങ്ങനെ അദ്ദേഹം ഈ ഫണ്ട് മൊത്തം ഉപയോഗിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇതുമൂലം അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ തുടർന്ന് പോരുന്നിടയ്ക്കാണ് 1992 ഏപ്രിൽ 23 ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു ലേഖനം വരുന്നത്. ബിസിനസ് ജേർണലിസ്റ്റ് ആയ സുജയ ദലാൽ ഒരുക്കിയ റിപ്പോർട്ട്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അതുവരെ കാണാത്ത ഒരു വലിയ ആറ്റം ബോംബായിരുന്നു ആ ലേഖനത്തിൽ. കണ്ണടക്കണ വേഗത്തിൽ കോടീശ്വരനായി മാറിയ ഹർഷദ് മെഹ്ത്ത നടത്തിയ തട്ടിപ്പിന്റെ കഥയായിരുന്നു. അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫണ്ട് അദ്ദേഹം കുറഞ്ഞ മൂല്യമുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ ഡിമാൻഡ് കൂട്ടുകയായിരുന്നു ചെയ്തത്. ചെറിയ വിലയിലുള്ള സ്റ്റോക്ക് വാങ്ങി അതിനെ 10 മടങ്ങ് വിലയിലാണ് അദ്ദേഹം വിറ്റത്. ആൾക്കായി ഓഹരികൾ വാങ്ങിക്കൂട്ടാൻ മുൻപ് പറഞ്ഞതുപോലെ ഫേക്ക് ബാങ്ക് റെസീറ്റ് ഉപയോഗിച്ച് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് സുജയ മനസ്സിലാക്കി. അങ്ങനെ 1992 ഏപ്രിൽ 23 സുജയ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു വിശദമായ ലേഖനം പബ്ലിഷ് ചെയ്തു. അതോടുകൂടി പലരും ആരാധ്യപുരുഷനായി കണ്ട സ്റ്റോക്ക് മാർക്കറ്റിന്റെ രാജാവിന്റെ പതനം സ്റ്റാർട്ട് ചെയ്തു. 4000 കോടിയാണ് അദ്ദേഹം തട്ടിയതായി കണ്ടെത്തിയത്. ഏകദേശം ഇന്നത്തെ മൂല്യം വെച്ച് നോക്കുമ്പോൾ 25,000 കോടിയായി വരും. ഹർഷദിനെ പോലെ ആഘോഷിക്കപ്പെട്ട ദ സ്കാം, വു വോൺ, വു ലോസ്റ്റ്, വു ഗോട്ട് എവേ മുതൽ 2024 സ്കാം 1992 വെബ് സീരീസ്, 2021 ദ ബിഗ് ബുൾ ബോളിവുഡ് മൂവി മുതൽ ഇന്ന് കേരളത്തിൽ ദുൽഖർ സൽമാൻ അഭിനയിച്ച ലക്കി ഭാസ്കർ വരെ അദ്ദേഹത്തിന്റെ കഥ പറയുന്നു.